കട്ടിങ്ങും റൗട്ടിങ്ങും. ഗ്രീൻ പാനൽ MDF ബോർഡ് പൊതുവായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏതിടത്തും എളുപ്പത്തിൽ മുറിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, അതും സാധാരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച്. ഗ്രീൻ പാനൽ ബോർഡ് ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും തടികൾക്കായി രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഒരു ഹാൻഡ് കട്ടർ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും മുൻകൂട്ടി തയ്യാറാക്കിയ MDF ബോർഡിന്റെ ഡെക്കറേറ്റീവ് ഫിനിഷിംഗ് ഉപരിതലം മുകളിലേക്ക് വെക്കുകയും മുകളിലെ ഭാഗത്തേക്ക് ചെരിഞ്ഞ കോണിൽ മുറിക്കുകയും ചെയ്യുക. ഗ്രീൻ പാനൽ പ്രീലാമിനേറ്റഡ് MDF ബോർഡ് മുറിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഷാർപ്പ് ലാമിനേറ്റഡ് കട്ടർ ഉപയോഗിച്ച് 0.2 മില്ലിമീറ്റർ ലൈൻ വരച്ച് മുറിക്കുക. ബോർഡ് മുറിക്കുമ്പോൾ ലാമിനേറ്റ് വൃത്തിയായി മുറിയുന്ന തരത്തിൽ മർദ്ദമുണ്ടായിരിക്കണം. എങ്കിൽ മുറിക്കുന്ന സമയത്ത് അതിന് കേടുപാടുകൾ സംഭവിക്കില്ല. മുറിക്കുന്നതിന് സോയെ 35 ഡിഗ്രി കോണിൽ പിടിച്ച് ഗ്രീൻ പാനൽ MDF ബോർഡിന്റെ ഉപരിതലത്തിലേക്ക് താഴോട്ട് കോണിൽ ഒരു ചെരിഞ്ഞ കട്ടുണ്ടാക്കുക. ഗ്രീൻ പാനൽ MDF ബോർഡ് മുറിക്കുന്നതിന് ഇനി പറയുന്ന തരത്തിലുള്ള ഹാൻഡ് കട്ടർ ബ്ലേഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടങ്സ്റ്റൺ കാർബൈഡ് സർക്കുലർ സോ ബ്ലേഡ്, ടപ്പാരിയ TCT സോ ബ്ലേഡ്, കാർബൈഡ് ടിപ്പ് സോ ബ്ലേഡ്, സോടെക് ബ്ലേഡ് തുടങ്ങിയവ. ഗ്രീൻ പാനൽ ബോർഡിനുള്ളിലെ മരം നാരുകൾ ഏതെങ്കിലും ഒരു മൂലയിൽ നിറച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ക്രോസ് കട്ടിംഗ് പല്ലുകളുള്ള ഒരു ബ്ലേഡ് ഉപയോഗിക്കുക. വലിയ അളവിലുള്ള ഗ്രീൻ പാനൽ MDF ബോർഡ് മുറിക്കാനായി ടങ്സ്റ്റൺ കാർബൈഡ് പല്ലുകളുള്ള ഒരു ഹാൻഡ് കട്ടർ ഉപയോഗിക്കുക. കാർബൈഡ് പൂശിയ ബ്ലേഡുകൾ സാധാരണ ബ്ലേഡുകളെക്കാൾ 20 മടങ്ങ് വരെ നീണ്ടു നിൽക്കുകയും ഹൈസ്പീഡ് സ്റ്റീൽ ടേബിളുകളിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്നു. വൃത്തിയായി കട്ട് ചെയ്യാനും നിങ്ങളുടെ ഹാൻഡ് കട്ടർ ബോർഡുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക. എപ്പോഴും മൂർച്ചയുള്ള കട്ടർ അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കുക. കുറഞ്ഞത് 3600 RPM കട്ടർ സ്പീഡ് നിലനിർത്തുക. കട്ടർ കോണുകൾ എപ്പോഴും നേരെ വയ്ക്കുക. മുറിക്കുമ്പോൾ ബോർഡിൽ ബാലൻസും നിയന്ത്രണവും നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. CNC മെഷീനിംഗ് എന്നത് ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ ഏത് രൂപകൽപ്പനയും അത് എത്ര സങ്കീർണമായാലും എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. CNC പ്രക്രിയയിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് യന്ത്രം പ്രവർത്തിക്കുന്നത്. ഇതിൽ ജോലി ഒരാളുടെ ആവശ്യാനുസരണം മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യുകയും കമ്പ്യൂട്ടർ ഇടുകയും ചെയ്യുന്നു. പിന്നെ ആ പ്രോഗ്രാമിനനുസരിച്ചുള്ള എല്ലാ മെഷീൻ ടൂളുകളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിയന്ത്രിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇക്കാലത്ത് ഓട്ടോമേഷൻ വ്യവസായത്തിന്റെ പ്രവണത വളരെയധികം വർദ്ധിച്ചു. അതിൽ CNCക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം അതിലൂടെ സമാനമായ ജോലികൾ ഒരു തെറ്റും കൂടാതെ തുടർച്ചയായി നിരവധി തവണ ചെയ്യാൻ സാധിക്കും.